ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിത കഥകളിലൊക്കെ എഴുതുന്ന പോലെ ഒഴുകി ഒഴുകി പോകുന്നതല്ല. ശേഷിയുള്ളവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ്, എൻ്റെ സൗകര്യം, എൻ്റെ സ്വാധീനങ്ങൾ. അമ്മ, സോറി അമ്മ. രഘു സാർ ഓരോന്നും ചെയ്യണമെന്ന് പറയുമ്പോ ചെയ്യാൻ പറഞ്ഞാ ചെയ്യണം. അതിനെന്താ? അല്ലെങ്കിലും രഘുവേട്ടൻ പറയുന്നതല്ലേ നീ ഇപ്പൊ അനുസരിക്കുന്നത്. മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കാൻ നിനക്കറിയാം. ആരെയൊക്കെ ഒഴിവാക്കണമെന്നും അറിയാം. പിന്നെന്താ? அம்மா அம்மா, உங்க முன்னாடி பொய் சொல்றது எனக்கு உயிர் போன மாதிரி. ശരവണ, ആരെ വല്ല നോക്കിക്കോടാ. ഇട പുറത്ത് ആളുകൾ വന്നോണ്ടിരിക്ക. അവിടെ നിൽക്കണ്ടവല്ലേ നീ? ഇവിടെ നിനക്കെന്താ ജോലി? ഒന്നുമില്ല സാർ. എന്നാ ചെല്ലടാ. ശരി. ആളുകളെല്ലാം കൂടി കഴിയുമ്പോ എന്നെ അവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന ചടങ്ങ് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ശ്രമിക്കണ്ട. നാണം കെടേണ്ടി വരും. സുജാത, എല്ലാവരും തന്നെ തിരക്കുന്നുണ്ട്. ചത്തുപോയിന്ന് പറഞ്ഞു. അച്ഛനും മോനും കൂടി കൊന്നതാണെന്ന് പറഞ്ഞ ആളുകൾക്ക് അല്പം പിടുത്തം കിട്ടും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ചാകാൻ എനിക്ക് പറ്റും. ഹരി, അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയാൻ വയ്യ. വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. ചെന്ന് അന്വേഷിക്കാനൊന്നും വയ്യ. ഹായ്, ഹലോ, നമസ്കാരം. ആ, ഇവിടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ നിങ്ങളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതെന്റെ വീടല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എന്തിനാ വന്നേ?
എൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ വീടിൻ്റെ അകത്ത് ഒരാൾ ക്ഷണിച്ചിട്ടാവും ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നതെന്ന്. ഇപ്പൊ ഈ ബർത്ത്ഡേ ആഘോഷത്തിന് എന്നെ വിളിച്ചതേ എൻ്റെ അച്ഛനാ, മിസ്റ്റർ രഘു. JRലെ R. ഹരി, ജീവിത ഈ കഥകളിലൊക്കെ എഴുതുന്ന പോലെ ഒഴുകി ഒഴുകി പോകുന്നതല്ല. ശേഷിയുള്ളവൻ ക്രിയേറ്റ് ചെയ്യുന്നതാ. എൻ്റെ ലൈഫ്, എൻ്റെ സൗകര്യം, എൻ്റെ സ്വാധീനങ്ങൾ. നിനക്കൊക്കെ മേലെയുള്ള എൻ്റെ അധികാരം, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടും. ഞാൻ JRനോട് മത്സരത്തിനൊന്നുമില്ല. മത്സരിച്ച് നേടിയാൽ തന്നെ എന്ത് കാര്യം? ചതിയുടെ നേട്ടോ, കൊന്നതിന്റെ നേട്ടോ? ചതിച്ചും കൊന്നും അല്ലാതെ എന്തെങ്കിലും നീ നേടിയിട്ടുണ്ടോ? ഹരി, ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോ ഊരിയിടുന്ന ചില നായ്ക്കുട്ടികളുണ്ട്. അതങ്ങോട്ട് എത്താൻ പറ്റാത്തതിന്റെ വൈരാഗ്യം. അതുപോലെ മാത്രമേ എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ. നിത്യ, നേരത്തെ ക്ഷണിക്കാൻ പറ്റിയില്ല. പക്ഷേ JRന്റെ ബർത്ത്ഡേക്ക് നീ ഉണ്ടാവണം. JRന്റെ ബർത്ത്ഡേക്ക് മാത്രമല്ല, JRന്റെ എല്ലാ വിജയാഘോഷങ്ങളിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എനിക്ക് നിന്നെ കാണണം. നിർത്തണോ? ഇതുപോലൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് മേനി പറയാൻ തനിക്ക് നാണമില്ലേ? കാണാനും അതിശയപ്പെടാനും എന്താണ് പ്രത്യേകിച്ച് തന്നിലുള്ളത്? തന്നെ പോലുള്ള പണക്കാർ ഒരുപാടുണ്ടല്ലോ, പാവങ്ങളുടെ ചോര കുടിച്ച് വളരുന്നവര്. അക്കൂട്ടത്തിൽ ഒരാളെന്നല്ലാതെ എനിക്ക് തന്നോട് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരിക്കലും ഇല്ല, ഇനി ഒരിക്കലും തോന്നുന്നില്ല. ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വല്ലാത്ത ഇഷ്ടം. മധുര നൊമ്പരക്കാറ്റ്